പുനലൂരിൽ ജിയോ കമ്പനിയെ നഗരസഭ വഴിവിട്ട് സഹായിച്ചെന്ന് പരാതി. ജിയോ കമ്പനിയുടെ പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതി നൽകിയെന്നാണ് ആരോപണം. പോസ്റ്റ് ഒന്നിന് 360 രൂപ വാർഷിക വാടക ഇനത്തിൽ എഗ്രിമെന്റ് പോലും വയ്ക്കാതെയാണ് അനുമതി. 477 പോസ്റ്റുകളാണ് നഗരസഭയിൽ സ്ഥാപിച്ചത്. ഇതിനൊന്നും 2 വർഷമായി കമ്പനി വാടക പോലും നൽകിയിട്ടില്ല. സെക്രട്ടറിക്ക് തെറ്റുപറ്റിയെന്ന് വിജിലൻസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ₹1 പോലും വിലപേശലില്ലാതെ കുത്തക മുതലാളിമാരായ ജിയോ കമ്പനിക്ക് അവർ ചോദിച്ച തുകയ്ക്ക് പുനലൂർ നഗരസഭ പോസ്റ്റുകൾ വയ്ക്കാൻ അനുമതി നൽകി. വിലപേശിയാൽ 500 രൂപ വരെ ഒരു പോസ്റ്റിന് ലഭിക്കുമായിരുന്നു. ഇതിനിടെ 360 രൂപയ്ക്ക് ഇടപാട് ഉറപ്പിച്ചു. എന്നാൽ കൊല്ലം കോർപ്പറേഷൻ വാങ്ങിയത് ഒരു പോസ്റ്റിന് 500 രൂപ. പുനലൂർ നഗരസഭാ കൗൺസിൽ പോലും ഉന്നയിക്കാതെ എഗ്രിമെന്റ് വയ്ക്കാതെ അനുമതി വാങ്ങിയെന്നാണ് പരാതി. ജിയോ കമ്പനി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പോളുകളുടെ വാടക നഗരസഭയിൽ അടച്ചിട്ടില്ല എന്നത് അത്ഭുതകരമാണ്. ആ കമ്പനി ഈ തുക അടച്ചോ അല്ലെങ്കിൽ ആ തുക അടയ്ക്കുന്നതിന് നഗരസഭയിൽ എത്തിയപ്പോൾ മറ്റാരെങ്കിലും ഈ തുക കൈപ്പറ്റിയതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. നാളിതുവരെയും ₹1 പോലും വാടക ഇനത്തിൽ ജിയോ കമ്പനിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നാണ് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുനലൂർ നഗരസഭയിൽ 477 പോസ്റ്റുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിന് റോഡ് കട്ട് ചെയ്യുന്നതിനും ടാറിങ്ങിനുമായി 2,28,890 രൂപയും റോഡ് കട്ടിങ്ങും കോൺക്രീറ്റിനുമായി 13,92,114 രൂപയും റോഡ് കട്ടിങ്ങിന് മാത്രം 26,524 രൂപയും പോസ്റ്റുകൾക്ക് വാടക 1,71,720 രൂപയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 17,172 രൂപയും ഉൾപ്പെടെ മൊത്തം 18,36,422 രൂപ കമ്പനി നഗരസഭയ്ക്ക് നൽകേണ്ടതുണ്ട്. 9/5/2022 അനുമതി വാങ്ങിയപ്പോൾ മാത്രം ഇത്രയും തുക ജിയോ കമ്പനി പുനലൂർ നഗരസഭയിൽ കെട്ടിവെച്ചു. എന്നാൽ പിന്നീടുള്ള 2 വർഷം ₹1 പോലും കമ്പനി നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടില്ല. പരാതി ഇന്റേണൽ വിജിലൻസ് ഓഫീസർക്ക് മുമ്പാകെ എത്തി. സെക്രട്ടറിയുടെ ഭാഗത്ത് ജാഗ്രതാക്കുറവുണ്ടായതായി വിജിലൻസ് റിപ്പോർട്ട് നൽകി. ജിയോ കമ്പനിയെ സഹായിക്കാൻ പുനലൂർ നഗരസഭയിൽ ആരൊക്കെ ഇടനില വഹിച്ചു എന്ന് അന്വേഷണത്തിലൂടെ തെളിയേണ്ടതുണ്ട്. റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യയുണ്ട്. ദിലീപ്, ഇപ്പോൾ 470 പോസ്റ്റുകൾക്കാണ് കുറഞ്ഞ നിരക്കിൽ അനുമതി നൽകിയിരിക്കുന്നത്. ആ വാടകയാട്ടെ ഇതുവരെ കൊടുത്തിട്ടുമില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ലഭിക്കുന്നത്. സെക്രട്ടറിക്ക് തെറ്റുപറ്റിയെന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. എന്താണ് നഗരസഭയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം? സ്മൃതി, ഇക്കാര്യത്തിൽ നഗരസഭയുടെ വിശദീകരണം, എന്തുകൊണ്ട് നഗരസഭ കൗൺസിലിൽ ഇക്കാര്യം ഉന്നയിച്ചില്ല? ജിയോ കമ്പനി പോലുള്ള ഒരു കമ്പനി 360 രൂപയ്ക്കാണോ പോസ്റ്റുകൾ നൽകുക എന്നുള്ള ചോദ്യം ചോദിക്കാൻ പോലും കൗൺസിൽ അംഗങ്ങൾക്ക് സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇത് കൗൺസിലിൽ ഉന്നയിക്കാതെയാണ് പോസ്റ്റുകൾ നൽകാൻ അനുമതി നൽകിയത്. തൊട്ടടുത്ത കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷനിൽ ഒരു പോസ്റ്റിന് 500 രൂപയാണ് നൽകിയത്. അതായത് 360 രൂപ ഈ ജിയോ കമ്പനി പുനലൂർ നഗരസഭയുമായി സംസാരിച്ചപ്പോൾ അതേ തുകയ്ക്ക് തന്നെ ഇത് എഗ്രിമെൻറ്റ് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊരു എഗ്രിമെൻറ്റ് എഴുതി വെക്കുകയും ചെയ്തില്ല. 18 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ തവണ 2022 ജിയോ കമ്പനി പുനലൂർ നഗരസഭയ്ക്ക് അടച്ചിരുന്നത്. പക്ഷേ 2023-ലും 2024-ലും ₹1 പോലും ഇതുവരെയും ജിയോ കമ്പനിയുടെ ഭാഗത്തു നിന്ന് പുനലൂർ നഗരസഭയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകൾ പോലും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. ഇക്കാര്യത്തിലാണ് പ്രതിപക്ഷം വിജിലൻസിന് പരാതി നൽകിയത്. പരാതിയിൽ വിജിലൻസ് അന്വേഷിച്ചപ്പോഴാണ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി. അതായത് ഇക്കാര്യത്തിൽ സെക്രട്ടറി നേരത്തെ തന്നെ അന്വേഷിക്കണമായിരുന്നു. ഇക്കാര്യം നേരത്തെ കൗൺസിലിൽ ചർച്ച ചെയ്യണം. അതിനുശേഷമായിരിക്കണമായിരുന്നു ഇത്. 477 പോസ്റ്റുകളാണ് പുനലൂർ നഗരസഭയിൽ അങ്ങിങ്ങായിട്ട് വെക്കാൻ ഈ ജിയോ കമ്പനി അനുമതി തേടിയത്. പക്ഷേ 477 പോസ്റ്റുകളിൽ അധികം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ കണക്കെടുക്കണം. ഇത്തവണ 2023-ലും 2024-ലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കാണിക്കണം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളിലടക്കം വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഈ കൗൺസിൽ ചെയർമാനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. വീഴ്ചയാണോ അഴിമതിയാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.